കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി. കർത്താവേ, ഈ സമൂഹത്തിലും വിദൂരങ്ങളിൽ ഇരുന്നും ഭവനങ്ങളിലിരുന്നും രോഗക്കിടക്കയിലായിക്കൊണ്ടും ഇപ്പോൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി യാചിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവേ. അവരുടെ മേലുള്ള സകല പൈശാചികപ്പെടുകൾ തകർക്കണ ഈശോയെ. അവർക്ക് സൗഖ്യം നിറയെ നൽകണമേ കർത്താവേ. അവരുടെ ആത്മശരീര മനസ്സുകളെ സുഖപ്പെടുത്തണ ഈശോയെ. അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിനായിട്ട് യാചിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഈ സമൂഹം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ വിദൂരങ്ങളിലിരുന്ന ഈ ശുശ്രൂഷയില് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണ കർത്താവേ. അവരുടെ രോഗപീഠകൾ മാറ്റണമേ. അവരുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ തകർക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ. എല്ലാ സന്യാസ സമൂഹാംഗങ്ങളെയും എല്ലാ സന്യസ്തരെയും വൈദികരെയും എല്ലാ അഭിഭിന്ന പിതാക്കന്മാരെയും മാർപ്പാപ്പായി അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഇടവക കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ കന്യാമഠങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ സന്യാസാശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഭിന്നിച്ചും കലഹിച്ചും കഴിക്കുന്ന ദമ്പതിമാര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവരുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റുന്നുകൊണ്ട് കൈയടിച്ച് അവിടുത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയുടെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചു.
മരിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേദന തെങ്ങിയ ജീവിതവേളയിൽ കുരിശിൽ നോക്കുന്നു, അങ്ങേ തിരുമുഖ ദർശനം കാക്ഷിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുറിവുകളാലെ മാനസമിളകി ദുഃഖം പെരുകുമ്പോൾ ആശ്വാസത്തിൻ തൈലം നൽകും നാഥനെ വാട്ടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴിയറിയാതെ വലയം നേരം പൊൻപ്രഭ തൂകുന്ന ദിവ്യവിളക്കാം ഈശോനാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതഭാരം പേറി വലഞ്ഞ തനയർ പാടുന്നു, തവ തിരുനടയിൽ ഒന്നായി നിന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂർണ്ണാത്മാവാൽ പൂർണ്ണ മനസ്സാൽ ആരാധിക്കുന്നു, പൂജിതപാദം പുൽകി തനയർ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം നൽകിയ സ്നേഹസ്വരൂപൻ ഈശോനാഥനെ നിർമ്മല ക്രിസ്തും മനവും നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവം നൽകി ജീവനുണർത്തിയ ഈശോനാഥന് ഹൃത്തിനുള്ളിൽ ആലയമേകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചനത്താൽ ജീവനുണർത്തിയ ഈശോനാഥനെ തിരുസ്നേഹത്തിൻ ഗീതികൾ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയനും സ്നേഹവുമായ ഈശോനാഥന്റെ കരുണ തുളുമ്പും തിരുമുഖം കണ്ടിട്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗം മാറ്റി സൗഖ്യം നൽകിയ ഈശോനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ദൈവകുമാര ദൈവാത്മാവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
എന്റെ ദൈവമേ, ഓ എന്റെ യേശുവേ, ഓ എന്റെ ആത്മനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എന്റെ യേശുവേ, ഞങ്ങളെ ആശീർവദിച്ച് നിൻ കൃപയാൽ നിറച്ച് നിന്റെ ദാസരാക്കി പ്രേക്ഷിതരാക്കി മാറ്റണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയും സകല രോഗികളെയും ബന്ധിതരെയും പാപികളെയും യേശുവേ നിൻ കൃപാമാരി ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മാനവരും സകല ദേശവാസികളും എല്ലാ രാഷ്ട്രങ്ങളും ഭരണകർത്താക്കളും സകല മതവിശ്വാസികളും സകല ക്രൈസ്തവരും തിരുസഭാംഗങ്ങളും അധികാരികളും അഭിഷിക്തരും സമർപ്പിതരും യേശുവേ ദിവ്യാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല രോഗികളും സൗഖ്യം നേടട്ടെ. സകല പാപികളും മാനസാന്തരപ്പെടട്ടെ. സകല ബന്ധിതരും വിമോചിതരാകട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ബലികളാൽ ഞങ്ങളുടെ തപശ്ചര്യകളാൽ അനുഗ്രഹം പ്രാപിച്ച് സ്വർഗപ്രാപ്തരാകട്ടെ. തിരുമുഖ ദർശന ഭാഗ്യം അവർക്ക് നൽകണേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തി. ഹല്ലേലൂയ 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 കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന ജാനകി കൊയിലാണ്ടി, വടകര അടുത്തുള്ള, കോഴിക്കോടിനടുത്തുള്ള കൊയിലാണ്ടി എന്നാണ് വരുന്നത്. ജാനകി തന്നെ സാക്ഷ്യമാണ്. പേരൊക്കെ പറഞ്ഞ്. ഈ ജാനകി 2 കൊല്ലമായി എനിക്ക് നിന്ന് ജോലി പോലും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. എവിടെയാ വേദന? ഈ അരയ്ക്കുന്ന ഈ മുട്ട് വരെ നിന്ന് ഹൃദയസ്ഥിക്ക് വേദന. ഭയങ്കര വേദന എനിക്ക്. കുറെ ഡോക്ടർമാരും ആയുർവേദം കുറെ കഴിച്ചു, പക്ഷെ ഒന്നും സുഖമില്ല എനിക്ക്. ജാനകിയമ്മ ആദ്യം വരുന്നതാണോ? ഞാൻ ഇതിന്റെ മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ വേദന എപ്പോഴുവരെ ഉണ്ടായിരുന്നു? ഇപ്പൊ കുറച്ചു നേരം വരെയും കൂടി ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞോടുകൂടെ എന്റെ അശേഷം വേദന ഇല്ല, പൂർണ്ണമായിട്ട് മാറി. ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയം വരെ ആ വേദന ഉണ്ടായിരുന്നു. ഇപ്പോ കർത്താവ് വേദന എടുത്തു മാറ്റി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാണ് ഈശോ വചനം അയച്ച് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞത്. ഓരോ വചനത്തിനും ദൈവിക ശക്തിയുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വചനം പ്രസംഗിക്കുന്നവർക്കും കിട്ടും സൗഖ്യം, വചനം കേൾക്കുന്നവർക്ക് കിട്ടും. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സൗഖ്യം കിട്ടുന്നതും സൗഖ്യം നിലനിൽക്കുന്നതും ആർക്കാന്നറിയോ? ആ വചനം കേട്ട് വിശ്വസിച്ച് അത് സ്വീകരിച്ച് അനുസരിക്കുന്നവർക്കാണ് ആ സൗഖ്യത്തെ നിലനിൽക്കാൻ പറ്റുക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പേര് പറഞ്ഞേ. പോൾ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് നടുവേദന വളരെയധികം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒരു 13ാമത്തെ വയസ്സിൽ ഞാനൊരു വീഴ്ചയുടെ ഭാഗമായിട്ട് എനിക്ക് ഒരു സൈഡ് ശരിക്കും വയറ് ഒരു അസ്വസ്ഥത ഒരു 15 വർഷം മുന്നാണ് എനിക്ക് തുടങ്ങിയത്. അതിന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു 15 വർഷത്തോളമായിട്ട് വേദന കൂടുതൽ 2 മണിക്കൂർ കൂടുതൽ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ഇത്ര സമയം ഞാൻ ഇരുന്ന് എനിക്ക് ഒരു വേദനയോ ഒരു പ്രശ്നമോ. ഡോക്ടർ എന്താ പറഞ്ഞത്? നടുവേദന ഈ അന്നത്തെ വീഴ്ചയിലിന്റെ ഭാഗമായിട്ടുണ്ടായത്. എന്നിട്ട് ഞാൻ ആലപ്പുഴയിൽ പോയി ഒരു 40. എത്ര വർഷം മുമ്പ് അപകടം ഉണ്ടായത്? 13ാമത്തെ വയസ്സിൽ. അപ്പൊ എത്ര വർഷം മുമ്പ്? അത് ഒരു 35 വർഷം കഴിഞ്ഞു. 35 വർഷം മുമ്പുണ്ടായ അപകട ഫലമായി നടുവിന് പരിക്ക് പറ്റിയതിന്റെ ഫലമായിട്ടാണ് 15 വർഷമായിട്ട് നടുവിന് വരെ ഡോക്ടർ പറഞ്ഞു. ആ വേദന മൂലം ഇരിക്കാൻ പ്രയാസമായിരുന്നു. 2 മണിക്കൂർ കൂടെ ഇരിക്കാൻ പറ്റില്ല. നടു കുനിക്കാൻ പ്രയാസമുണ്ട്. ഇരിക്കാനും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. എന്നാണ് ഈ സൗഖ്യം കിട്ടിയത് ഇവിടെ വന്നിട്ട്? ഫസ്റ്റ് ദിവസം തന്നെ. ഒന്നാമത്തെ ദിവസം സുതിപ്പിന്റെ സമയത്ത് സൗഖ്യമുണ്ടായി. അപ്പൊ അച്ഛൻ പറഞ്ഞു 19 ആളുകൾക്ക് നടുവേദന മാറുന്നു എന്ന് പറഞ്ഞു. 19 പേരുടെ നടുവിന് വേദന മാറുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ 9 പേരും കണ്ട് എഴുന്നേറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പം രണ്ടാമതൊന്നും കൂടി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി. അപ്പോഴാണ് കിട്ടിയത്. അതിനുശേഷം അച്ഛന് വീണ്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അച്ഛന് കറക്റ്റായിട്ട് എന്റെ അസ്വസ്ഥത പറഞ്ഞു. ഒരു ആക്സിഡന്റിൽ സംഭവിച്ചു. അപകട ഫലമായി നടുവിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് സൗഖ്യം കിട്ടിയ അയാളെ സാക്ഷ്യപ്പെടുത്തില്ല പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു സാക്ഷ്യം. രോഗശാന്തി അപകട ഫലമായിട്ടുണ്ടായത്. എന്ത് അപകടം വരുന്നത്? അത് ഞാൻ അമ്പൂരുന്നാളിന് വീട്ടില് ഒരു ഡെസ്കിന്റെ മുകളിൽ ഒരു കസേര ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ കസേര തെന്നിയിട്ട് ഈ ഇവിടെ അടിച്ച് വീണു. അന്ന് എനിക്ക് ഒരുമാതിരി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ബെഞ്ച് ഒടിഞ്ഞുപോയി. ആ സമയത്ത് ഞാൻ ചാടി എണീറ്റു. ഞാൻ സാധാരണ പോലെ നടക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക്. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് 13ാമത്തെ വയസ്സിൽ. 13 വയസ്സുള്ളപ്പോൾ
ഒരു ഡെസ്ക്, അതിന്റെ മുകളിൽ ഒരു കസേരയും കിഴപ്പോൾ ഒരു 4.5 അടിയെങ്കിലും ഉയരത്തിൽ നിന്ന് കസേര തെറ്റി വീണപ്പോൾ താഴെ വീണയാളാണ്. അന്ന് പരിക്ക് പറ്റി 35 വർഷം മുമ്പ്. പിന്നീട് ഈ ഒരു കഴിഞ്ഞ 15 വർഷം മുമ്പാണ് എന്റെ വേദന. അത് ആ വീഴ്ചയുടെ ഫലമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ വേദന ഇതുവരെ ഉണ്ടായിരുന്നു. കർത്താവ് ഇവിടെ അടയാള സഹിതം വെളിപ്പെടുത്തി അപകട ഫലമായി ഇങ്ങനെ വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തും അദ്ദേഹമായിരുന്നു. ഇപ്പോൾ ഒട്ടും വേദനയില്ലല്ലോ? ഒട്ടും വേദനയില്ല. അത് തന്നെയല്ല, എന്റെ ഈ ഒരു സൈഡ് കാലിന് ഞരമ്പ് ശരിക്കും മരവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 3 വർഷം മുന്നേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആലപ്പുഴയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. എവിടെയായിരുന്നു ജോലി? ആലപ്പുഴ, ദുബായില് ജോലി. ഈ ദുബായിൽ എയർപോർട്ടിൽ രോഗം മൂലം രാജിവെച്ചങ്ങ് പോകുന്നതാണ്. ഇപ്പൊ വേദന ഒന്നുമില്ല. ഇപ്പൊ വേദന എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ശരിക്കും പറയണെങ്കിൽ ഇവിടെ ഇത്ര ദിവസം ഞാൻ ഇരുന്ന് ഒരു വേദന ഒന്നും ഉണ്ടായിട്ട്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. അതുകൂടാതെ എനിക്ക് പറയാൻ ഇപ്പൊ സാക്ഷ്യപ്പെടുത്താനായിട്ട് അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരു 25 അത്ഭുതമെങ്കിലും എന്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നിട്ടുണ്ട്. അതെല്ലാനും പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും വളരെ വലിയ വലിയ വിപത്തുകളിൽ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ ഈ ഒരു അവസരത്തിൽ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി എന്റെ ജീവിതം ദൈവത്തിന്റെ ആ ഒരു സ്നേഹം അനേകം മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കാനും എന്റെ ജീവിതം, എനിക്ക് 2 കുട്ടികളും ഭാര്യയുണ്ട്, എങ്കിലും എനിക്ക് കൊണ്ട് കഴിയുന്ന സമയം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ആ സ്നേഹം അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ. ഹല്ലേലൂയ. ഇതാണ് ശരിക്ക് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ സുഖപ്പെടുത്തുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാ. പത്രോസിന്റെ അമ്മായിമ്മ പരിപാലിച്ചു കിടക്കുക. ഈശോ കൈ നീട്ടിക്കൊടുത്ത് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സൗഖ്യം കൊടുത്തതിന് ശേഷം അമ്മായിമ്മ യേശുവിനെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചു. എല്ലാ സൗഖ്യങ്ങളും ശുശ്രൂഷയിലേക്കുള്ള വെളിയാണ്. ഹല്ലേലൂയ. സൗഖ്യവും പൊതിഞ്ഞിട്ട് വീട്ടിൽ പോകാനല്ല, വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ വരണം സൗഖ്യം കിട്ടുന്നത്. അത് വീട്ടിൽ തന്നെയാകാം, ഇടവപ്പള്ളിയിലാകാം, ഇവിടെയാകാം, എവിടെയെങ്കിലും യേശുവിന് സാക്ഷ്യം കൊടുക്കണം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചുകൊണ്ടാകണമെന്നില്ല. വിശുദ്ധ ജീവിതത്തിലൂടെ സാക്ഷ്യം കൊടുക്കാൻ പറ്റും. അതാണ് ഈ സഹോദരൻ തീരുമാനമെടുത്തിരിക്കുന്നത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എന്റെ പേര് സദാശിവൻ. ഞാൻ കൊല്ലത്ത് നീണ്ടറിഞ്ഞു വരികയാണ്. 7 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ എനിക്ക് കൈയുടെ കുഴ ഊരി ഡിസ്ലൊക്കേഷൻ ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും സംഭവിക്കുമായിരുന്നു. ഊരി പോയിരുന്നു. അങ്ങനെ പിന്നെ ബെൽറ്റൊക്കെ ഇട്ടിരുന്നു. പിന്നെ ധ്യാനത്തിനൊക്കെ പോയി കുറച്ച് സുഖം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തു. എന്നിട്ട് അത് എനിക്ക് പൂർണ്ണമായിട്ടും കൈ ശരിയായി. എന്നാ അപകടം ഉണ്ടായത്? 7 വർഷമായി അപകടം പറ്റി. 7 വർഷമുള്ള ബൈക്ക് അപകടം. അതെ അതെ. എന്നിട്ട് ഇവിടെ ഡിസ്ലൊക്കേറ്റഡ് ആയി. കൈ പൊക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴോ കൈ പൊക്കിക്ക് നന്നായിട്ട് പൊക്കാൻ പറ്റും. ഒട്ടും പ്രശ്നമില്ല. പ്രശ്നമില്ല. എന്നാ സൗഖ്യം കിട്ടിയത്? അന്ന് ആരാധന 2 ദിവസം മുമ്പ്. ഇങ്ങനെ അപകട ഫലമായി തോളിന് വേദന ഉള്ള ഒരാളെ സുഖപ്പെടുന്നത് പറഞ്ഞ സൗഖ്യം കിട്ടി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റുപോയി. അപകടം പറ്റിയത് മദ്യപിച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് അപകടം പറ്റിയത്. മദ്യപിച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് അപകടം പറ്റിയത്. ഇനി മദ്യപിക്കെല്ലാം തീരുമാനമെടുത്തല്ലോ. ഇനി ക്രിസ്മസിനല്ലേ കുടിക്കുള്ളൂ? ഇല്ല ഇല്ല, കുടിക്കത്തില്ല. ഇല്ല, ഓണത്തിന് കുടിക്കുമായിരിക്കും. ഓണത്തിനില്ല, ക്രിസ്മസിന് ന്യൂ ഇയറിനും ഇല്ല. ഒരിക്കലും ഇല്ല. അതാണ് തീരുമാനമാകേണ്ടത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ നിൽക്കുന്ന സഹോദരിയുടെ ഗോൾ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടർ എഴുതി കൊടുത്ത നിർദ്ദേശിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിലിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്നാണ് ധ്യാനം കൂടിയത്? 9-ാം തീയതി തുടങ്ങിയ ധ്യാനത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ഒക്ടോബർ 9-ാം തീയതി ഇവിടെയുള്ള ആ ധ്യാനത്തിൽ പങ്കെടുത്തു. ഒക്ടോബർ 9 മുതലുള്ള ആ ധ്യാനം ഇവിടെ കൂടി. ആ ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ അടുത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ 2ാമത്തെ സോണോഗ്രഫിയുടെ റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് അതവിടെ കാണാനില്ല, ആ സ്റ്റോൺ അവിടെ കാണാനില്ല. സർജറി വേണ്ട എന്ന് പറഞ്ഞ് ഉള്ള റിപ്പോർട്ടാണ് ഈ കയ്യിലിരിക്കുന്നത്. ആദ്യത്തെ റിപ്പോർട്ടിന് വിപരീതമായി ഇപ്പോൾ അത് കാണാനില്ല, അത് അവിടെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞു, അവിടെ ഇല്ല, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എന്റെ പേര് ജാൻസി, മേലൂര്. എന്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവന് കഴുത്തിലൊരു ചെറിയൊരു തടുപ്പിനെ തുടർന്ന് ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ബയോപ്സി എടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് ഫോളിക്കുലർ ലിംഫോമയായിരുന്നു. അതൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി തിരുവനന്തപുരം RCCയിലേക്ക് ഞങ്ങൾ കൊടുത്തുവിട്ടു. അന്നേ ദിവസം ഞങ്ങളിവിടെ മരിയോത്സവത്തിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ പങ്കെടുക്കുകയും റിസൾട്ട് 10 ദിവസം കഴിഞ്ഞ് വരുന്ന റിസൾട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല. 20 ദിവസം കഴിഞ്ഞിട്ടും ഡോക്ടേഴ്സിന് റിപ്പോർട്ട് എഴുതാൻ കഴിഞ്ഞില്ല. അവസാനം അവർ പറഞ്ഞു കുട്ടിയെ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരാൻ. കുട്ടിയെ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. 3 ഡോക്ടർമാരും മാറി മാറി പരിശോധനയ്ക്ക് ശേഷം അവർ പറഞ്ഞു ഈ കുട്ടിയിൽ തിരുവനന്തപുരം RCCയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖം തന്നെ ഇവിടെ ഇല്ല, ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു.
ലിംഫോമ ക്യാൻസറാന്ന് പറഞ്ഞിരുന്നു. ബയോപ്സിയിൽ ലിംഫോമ ക്യാൻസറാന്ന് പറഞ്ഞിരുന്നതാണ്. കൊച്ചിന്റെ കഴുത്തിന്റെ ഭാഗത്തായിരുന്നു മുഴയിൽ. അത് കഴിഞ്ഞ് ഡോക്ടർ നോക്കുമ്പോൾ അവിടെ ആ രോഗങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഒപ്പീനിയന് തിരുവനന്തപുരം RCCയിലേക്ക് വിട്ടു. ആദ്യം ചെക്കപ്പ് ചെയ്ത് എവിടെയാ? തിരുവനന്തപുരം. ആദ്യം തൃശ്ശൂർ എവിടെ? സെൻട്രൽ ലാബ് തൃശ്ശൂർ. സെൻട്രൽ ലാബില്. അതിപ്പം ബയോപ്സിക്ക് വിട്ടിട്ട് ബയോപ്സി റിസൾട്ടും പിന്നെ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ മരിയോത്സവത്തിന്റെ ധ്യാനം 1 മുതൽ 8 വരെയുള്ള ഈ ഒക്ടോബർ മാസത്തിലെ ധ്യാനത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ RCC ചെക്കപ്പ് നടത്തിയപ്പോൾ ആ രോഗങ്ങളൊന്നും ഈ കുഞ്ഞിലില്ല. എല്ലാം വിട്ടുപോയിരിക്കുന്നു ഡോക്ടർമാര് കണ്ടെത്തി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കൊച്ച് പറഞ്ഞേ, വചനം പറഞ്ഞേ. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചുകളെ നിന്റെ കാൽ കീഴാക്കി തകർത്തടി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.